ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളെ പറ്റി, എൻ്റെ പഴയ അനുഭവത്തെ പറ്റിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല കമൻറ്റും കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, ബാഡ് കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി മെസ്സേജ് ഓഫ് ആക്കാതെ ഇടുന്നത് ഓരോരുത്തരുടെ കമൻറ്റുകൾ കാണാൻ വേണ്ടിയാണ്. ചിലത് നല്ലതാവാം, ചിലത് മോശമാകാം. അത് ഓരോരുത്തരുടെ മൈൻഡ് ഓഫ് വ്യൂമിൽ അവരുടെ ഇഷ്ടങ്ങളാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പൊ നമ്മുടെ ആക്ടേഴ്സിനെയൊക്കെ പറ്റിയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിയാലോ, നമ്മൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ന്യൂസ് വെച്ചാലും ഒക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടൻ, ഇപ്പോൾ പുരുഷന്മാരാണല്ലോ കൂടുതലും പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നത്, സ്ത്രീകളല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ തന്നെ എന്തോരം സ്ത്രീകളാണ് മുമ്പോട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ നീക്കി മുമ്പോട്ട് വരുന്നത്. കാരണം അവരുടെ സിറ്റുവേഷൻ കൊണ്ടോ അവരുടെ ചിലപ്പോൾ ഭയം ഉള്ളത് കൊണ്ടോ ആയിരിക്കാം അവരത് പറയാനായിട്ട് മടിക്കുന്നത്. അവർ മുമ്പോട്ട് വരുന്നത് കാണുമ്പോഴാണ് അയ്യോ ഇത്രയും സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പൊ പണ്ട് കുറച്ച് നാൾ മുമ്പ്, മീൻസ് എന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മുടെ വീടിനടുത്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി എനിക്ക് ആ ഒരു ഇൻസ്റ്റന്റാണ് ഇപ്പോൾ ഓർമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് വന്നത് കേട്ടോ. ഇത് ശരിക്കും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുറകിൽ നിന്നുള്ള സപ്പോർട്ട് അത് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അതിൽ ഇങ്ങനെ നമ്മൾ പരിശോധിക്കാൻ വരുന്ന നേഴ്സുമാര് വരുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർമാരെ നോക്കിയിട്ട് നേഴ്സുമാരാണ് അവരെ നോക്കാനും പിടിക്കാനും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഇതിനകത്തും 2 ഡയലോഗും എന്തോ ഉണ്ട്. അതാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവരുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോണ ഒരു ചേച്ചി, ആ ചേച്ചിയാണ് നമ്മളോട് ഈ ഒരു കഥയെ പറ്റി പറഞ്ഞത്. ഒരു സീരിയലാണ്, അത് ഏതാണ് സീരിയൽ എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അഭിനയിക്കാനായിട്ടാണ്. അപ്പൊ 2 കുട്ടികളെ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ ഒത്തിരി ഗ്ലാമർ ഉള്ള കുട്ടികൾ വേണം എന്നൊന്നും ഇല്ല. നമ്മൾ നേഴ്സുമാരാകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള അവളെയും, അപ്പം ഞാനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് പൊതുവെ ഞങ്ങളുടെ ഫാമിലി ഇച്ചിരി ഓർത്തിട്ടോടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആ ഒരു രീതിയാണ്. പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നും അല്ലെങ്കിൽ സീരിയലിൽ ഒന്ന് മുഖം കാണിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി, നമ്മൾ ടി വിയിൽ ആൾക്കാർ കാണുമല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിനകത്ത് കുറെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ആ ചേച്ചി നമ്മളുടെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ ആ ചേച്ചിയാണ് ഇങ്ങനെ ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറെ കുട്ടികൾ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 ഡയലോഗ് എന്തോ ഉള്ളൂ. അപ്പൊ 2 സിസ്റ്റർമാരാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു റോളാണ് നമുക്ക് പറയണേ കേട്ടോ. അപ്പോൾ എന്താണ്, ഇവരുടെ കൂടെ വേറൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിയുടെ കൂടെ വേറൊരു ചേച്ചിയും വരാറുണ്ട്. ആ ചേച്ചി ഇങ്ങനെ സിനിമയിലൊക്കെ ബാക്കിൽ ഓഡിയൻസിന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന, ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല, ചില സിനിമയിലൊക്കെ അപൂർവമായി കണ്ടാലായി, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചി ഞങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി പോയിട്ട് പറഞ്ഞു, മോളെ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല, ചിലപ്പോ അവര് നമ്മളോട് അഭിനയിക്കാനായിട്ടൊക്കെ പറഞ്ഞ് നമുക്കൊരു ചാൻസ് തരാം, പക്ഷെ ചിലപ്പോൾ മോശമായൊക്കെ നമ്മളോട് പെരുമാറാം. ആ ചേച്ചിയോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ മോശമായിട്ട് പെരുമാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇത്ര ഏജ് ആയി, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ കുട്ടികളല്ലേ, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് പ്രൊഡ്യൂസർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു ചെറിയ പ്രായവും കൂടിയാണ്. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ ഇത് പറഞ്ഞാൽ സമ്മതിക്കത്തുമില്ല. അവളുടെ വീട്ടിൽ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കും. അവർക്ക് ഇങ്ങനെ അഭിനയിക്കണത് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഓരോരുത്തർക്ക് കലകളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ ഇത് അവതരിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ നിന്നപ്പോഴാണ് ഈ ചേച്ചി പെട്ടെന്ന് എന്താ പറയാ സഡൻലി പെട്ടെന്ന് ആ ചേച്ചി അങ്ങനെ കാണാനായിട്ട് ഇടയുണ്ടായതും സംസാരം ഉണ്ടായതും ഒക്കെ. ഞാൻ ആ ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ പേരായിട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഞാൻ ആ ഒരു സമയത്ത് ആ ചേച്ചി എന്തായാലും എനിക്ക് എന്നോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പറയാനുള്ള മടി കൊണ്ട് ആയിരിക്കാം ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയും സീരിയലിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സിനിമയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിപ്പോൾ ഇപ്പം അറിയാം, നമ്മൾ ന്യൂസ് വന്നാലും നമ്മുടെ രംഗത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം, എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നുള്ളത്.
അതിൽ കുറേ പുതിയ പുതിയ മുഖങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുകയാണ്. അവരുടെയൊക്കെ ഫേസ് അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ. കുറച്ച് ആൾക്കാർ ഫേക്ക് ആണെങ്കിൽ പോട്ടെ, കുറച്ച് ആൾക്കാർ എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റി ചുമ്മാ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. പൈസ തട്ടി കുറേ ആൾക്കാർ ഇതിനകത്ത് കമൻറ്റ് ചെയ്യും, പൈസ കണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള കുറേ കമൻറ്റുകൾ വരും. ഓക്കെ, കുറച്ച് ആൾക്കാർ അങ്ങനെ വരണമെന്ന് വിചാരിച്ചോക്കും. അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും സത്യസന്ധമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലാതിരിക്കില്ല. പിന്നെ അതുമല്ല, വെറുതെ ഒരു അപ്രത്യക്ഷമായിരിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ഒരു ഡ്രാമ കളിച്ചവർ വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ലോകം മൊത്തം കാണുന്ന ഒരു ന്യൂസാണ്. അവർക്ക് ഇനിയും പുറത്തിറങ്ങി നടക്കണം. അവര് പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ ഫാമിലിയുള്ള ആൾക്കാർ കൂടി ഉണ്ട്. അപ്പോൾ അവരെന്തായാലും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഫാമിലി തകർത്തുകൊണ്ട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് അവർ അങ്ങനെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ സത്യങ്ങൾ ഉണ്ടാകും. സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് വരട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. പിന്നെ നമുക്കറിയാം, കലയോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഒരു ചെറിയൊരു റോള് കിട്ടിയെങ്കിലും കിട്ടട്ടെ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ എന്ന് കരുതിയാണ് കുറേ ആൾക്കാർ വരുന്നത്. നമുക്കറിയാൻ പറ്റും, നമുക്ക് സ്വാഭാവികമായി അറിയാം അങ്ങനെ ആഗ്രഹമുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പം അവർക്കൊരു അവസരത്തിന് വേണ്ടിയാണ് അവർ ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ റോളുകൾ ചെയ്യാൻ പറ്റുമെങ്കിലോ എന്ന് കരുതിയാണ് ഈ ഓഡീഷന് വരുന്നതും അവർ പറയുന്ന രീതിയിൽ അഭിനയിക്കുന്നതും ഒക്കെ. ഇതിൽ കുറേ ആൾക്കാർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, കാരണം അവർക്ക് ആ ഒരു റോള് കിട്ടട്ടെ എന്ന് കരുതി. ചില ആൾക്കാർ ഫേക്കായി പോവാറുണ്ട്, ചില ആൾക്കാർക്ക് അവസരം കിട്ടാറുണ്ട്, ചില ആൾക്കാർ പുറത്ത് പറയാറില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ ഓഡീഷനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചതി പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി പോയാലും അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് കുറേ സൈബർ അറ്റാക്കും അതുപോലെ തന്നെ നമ്മൾ കുറേ ഭീഷണിപ്പെടുത്തലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പേടിച്ചിട്ട് കുറേ ആൾക്കാർ ഇത് പറയാതിരിക്കും. ഇപ്പം ഇങ്ങനൊരു അവസരം വന്നുകൊണ്ടാവാം അവർ എല്ലാവരും റിയാക്ട് ചെയ്യുന്നതെന്ന് ഉള്ളതാണ് എനിക്ക് മനസ്സിലാവും. ഒരാൾ വന്നതേ ഉള്ളൂ, ഇപ്പം എത്ര പേരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇതിനോട് പ്രതികരിക്കണം. ഇതാരും പ്രതികരിക്കാത്ത പക്ഷം അത് നടന്നിട്ടുള്ളത് ഒരു 100-ൽ ഒരു 50% ശരിയാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ തന്നെയാണ്. പക്ഷെ ന്യായം എവിടെയാണോ അതിൻ്റെ പക്ഷം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ചൂഷണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ അത് നേരിടണം. നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി തന്നെ നമ്മൾ വാദിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പിന്നെ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ന്യായത്തിന്റെ പക്ഷം തന്നെ കിട്ടട്ടെ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പുതിയ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ പറയുക അവർ കുറേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മുഖം കാണിക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ ആദ്യം വരുന്നത്. അതിൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളുടെ ജീവിതമാണ് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കണം. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടിയായിരിക്കും. അതിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവർ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്കൊരു റോള് വന്ന് അടുത്ത റോളിലും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണ്ട. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫീൽഡിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അല്ലാതെ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം കണ്ടോ കുറേ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ. അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, ഞാൻ കുറേ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് ഉറങ്ങുമ്പോൾ പോലും അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവരെത്രയും ഇയർ അത് സ്ട്രഗിൾ ചെയ്ത് അത്രയും ഇയർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ജീവിതം തന്നെ പോയി. പിന്നെ അവരുടെ ജീവിതം തൊലച്ചുകൊണ്ട് അവരൊരു മീഡിയയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് ആ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായവർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവരുടെ ജീവിതം കളഞ്ഞുകൊണ്ട് അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ. എനിക്ക് എന്തായാലും തോന്നുന്നില്ല. കാരണം അവർക്ക് ഇത്രയും പിടിപാടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അവരോട് ചോദിച്ചാൽ മതിയല്ലോ, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരണം, ഞാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് റിപ്പോർട്ടർമാരുടെ അടുത്ത് പറഞ്ഞ് കേസ് എന്നുള്ള രീതിയിൽ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നീതി ലഭിക്കേണ്ട ആൾക്കാർക്ക് നീതി ലഭിക്കട്ടെ, തെറ്റുകൾ ചെയ്ത ആൾക്കാർക്ക് അതിനുള്ള ശിക്ഷകൾ തന്നെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗൈസ്, ബൈ ഗൈസ്.